ഭക്തരെ സമയത്തിന് സഹായിച്ച് ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്ന സമയപുരം മാരിയമ്മൻ കോവിലിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ, അരുൾമികു മാരിയമ്മൻ തിരുക്കോവിൽ സമയപുരം. ഇത് തമിഴ്നാട് ട്രിച്ചിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ഷേത്രമാണ്. ഭക്തർക്ക് സമയത്തിന് ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിനാൽ ദേവിക്ക് സമയാത്താൾ എന്നും ഈ ദേശത്തിന് സമയപുരം എന്നും പേര് വന്നു. പണ്ട് ഒരു ചോളരാജാവ് സഹോദരിയെ ഗംഗൈനാട്ട് ചോളന് വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ സ്ത്രീധനമായി കൊടുത്ത സ്ഥലമാണ് കണ്ണപുരം എന്ന ഈ പ്രദേശവും ഇവിടുത്തെ ഒരു അരമനയും. പിന്നീട് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പാണ്ഡ്യരാജാക്കന്മാരുടെ പോരിൽ ഈ അരമനയും സ്വത്തുക്കളും തകർക്കപ്പെട്ട് അരമനമേട് എന്ന തരിശു നിലവും വേപ്പമരക്കാടുകളുമായി മാറി. ഭക്തരുടെ ആയുരാരോഗ്യത്തിനായി 28 നാൾ പച്ചപ്പട്ടിണി വ്രതമിരിക്കുന്ന ദേവിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലുള്ളത്. ഇത് ഒരു പ്രശസ്ത ശക്തി സ്ഥലം കൂടിയാണ്. തമിഴ്നാട്ടിലെ സമ്പന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പാർവതീദേവിയുടെ അംശമായ മാരിയമ്മനാണ്. സമയപുരത്താൾ, അഖിലാണ്ടേശ്വരി, വേപ്പിലക്കാരി, കണ്ണത്താൾ, സാമ്പ്രാണിവാസകി എന്നൊക്കെ പേരുകളുണ്ട്. പരശുരാമൻ്റെ മാതാവും ജമദഗ്നി മുനിയുടെ ഭാര്യയുമായ രേണുകയാണ് മാരിയമ്മൻ ദേവി എന്ന് കർണപരമ്പരയിൽ പരാമർശിച്ചിരിക്കുന്നു. ശിവഭഗവാൻ കാമദേവനെ ഭസ്മമാക്കിയപ്പോൾ ഉണ്ടായ ചൂടിനെ സ്വയം ഏറ്റുവാങ്ങിയ പാർവതീദേവിയുടെ അംശമായ ശീതളാദേവിയാണ് മാരിയമ്മൻ എന്നും ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണ അവതാരത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും പുത്രിയായി ജനിച്ച് പിന്നീട് കംസൻ കൊല്ലാനൊരുങ്ങിയപ്പോൾ ആകാശത്തേക്ക് ഉയർന്ന മായാദേവിയാണ് മാരിയമ്മൻ എന്നും കഥകളുണ്ട്. ശ്രീരംഗം ക്ഷേത്രത്തിലുണ്ടായിരുന്ന വൈഷ്ണവീ ദേവിയാണ് മാരിയമ്മനായി മാറിയതെന്നും ഐതിഹ്യമുണ്ട്. ഈ സ്ഥലം പണ്ട് കണ്ണനൂർ, കണ്ണപുരം, മാതാളിപുരം, വിക്രമപുരം എന്നിങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ തിരുക്കടയൂരിലുള്ള അഭിരാമി സമേത അമൃതകടേശ്വര ശിവക്ഷേത്രത്തിൽ ഭഗവാൻ ശിവൻ കാലസംഹാര മൂർത്തിയാണ്. ഇവിടെ വെച്ചാണ് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനെത്തിയ യമനെ ഭഗവാൻ വധിച്ചത്. അതിനെ തുടർന്ന് ഭൂമിയിൽ കുറച്ചു കാലത്തേക്ക് മരണങ്ങൾ ഉണ്ടായില്ല. ആ സമയത്ത് രോഗങ്ങളുടെ തലവനായ മായാസുരൻ വസൂരി പോലുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുത്തിയപ്പോൾ പാർവതീദേവി ഉഗ്രരൂപിണിയായി മായാസുരനെയും സഹോദരങ്ങളെയും വധിച്ച് തലയോടുകളെ ഒട്ടിയാണമാക്കി ധരിച്ച് സഹോദരനായ ശ്രീരംഗനാഥർക്കൊപ്പം വൈഷ്ണവി ദേവിയായി കുടികൊണ്ടു. പിന്നീട് വസൂരി കൊണ്ട് വലഞ്ഞ ജനങ്ങളെ രക്ഷിക്കാൻ ലോക നന്മയ്ക്കായി ദേവിയുടെ തന്നെ നിർദ്ദേശപ്രകാരം ശ്രീരംഗത്തെ ജിയർ സ്വാമികൾ ഉഗ്രരൂപിയായ ഈ വിഗ്രഹം ഒരു സ്വർണ്ണ പല്ലക്കിലേറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പുറപ്പെട്ടു. യാത്രയിൽ കണ്ണനൂരിലെ വേപ്പമരക്കാടുകളിൽ വിശ്രമിക്കാനായി നിലത്ത് വെച്ച പല്ലക്കിനെ പിന്നെ എടുക്കാനായില്ല. ദേവി അവിടെ കുടികൊള്ളാൻ ആഗ്രഹിക്കുന്നു എന്ന അശരീരി കേട്ട് അമാലന്മാർ പല്ലക്ക് അവിടെ വെച്ച് തിരിച്ചുപോയി. പിന്നീട് പ്രതിഷ്ഠയ്ക്കായി ഒരു ചെറിയ ക്ഷേത്രം പണിത് പൂജ ആരംഭിച്ചു. കാലക്രമേണ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു രാജാവ് പടപ്പുറപ്പാടിൽ ഇവിടെ എത്തുകയും ജയിച്ചു വന്നാൽ വലിയ ക്ഷേത്രം നിർമ്മിച്ച് നൽകാമെന്ന് സത്യം ചെയ്തു പോവുകയും ചെയ്തു. പോരിൽ ജയിച്ച് നായ്ക്കൻ മന്നർമാരുടെ അധീനതയിൽ 18-ാം നൂറ്റാണ്ടിൽ വിജയരംഗ ചൊക്കനാഥ നായ്ക്കർ ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള സമയപുരം ക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. 18-ാം നൂറ്റാണ്ടിൽ വിജയരംഗ ചൊക്കനായ്ക്കർ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പഴക്കം ആർക്കും നിർണയിക്കാൻ പറ്റിയിട്ടില്ല. 3 പ്രകാരങ്ങളോടെ കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള വലിയ രാജഗോപുരം 2022 ജൂൺ മാസത്തിലാണ് 2 വർഷത്തെ നിർമ്മാണം പൂർത്തിയാക്കി കുംഭാഭിഷേകം നടത്തിയത്. 7 നിലകളോടെ 108 അടി ഉയരത്തിൽ 324 ശില്പങ്ങളോടെയാണ് രാജഗോപുരം നിർമ്മിതമായിട്ടുള്ളത്. ദേവിയുടെ അവതാരങ്ങളും ക്ഷേത്ര ചടങ്ങുകളും ക്ഷേത്രവിശ്വാസങ്ങളും എല്ലാം ശില്പരൂപത്തിൽ ഗോപുരത്തിലുണ്ട്. 1842 മുതൽ തിരുവനൈക്കാവ് ക്ഷേത്രത്തിൻ്റെ അധികാരികളുടെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം. 1984 തനി നിർവാഹമായി മാറി. കൊടിമരത്തിനടുത്തുള്ള മണ്ഡപത്തിൻ്റെ തൂണിൽ നായ്ക്കൻ രാജാക്കന്മാരുടെ ശില്പങ്ങളുണ്ട്. അതിനാൽ ക്ഷേത്ര നിർമ്മാണത്തിൽ അവർക്കുള്ള പങ്ക് വ്യക്തമാകുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്ക് ചെല്ലായി അമ്മൻകോവിലും കിഴക്ക് ഉജ്ജയിനി മഹാകാളി അമ്മൻകോവിലുമുണ്ട്. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ തിരക്ക് വളരെ കൂടുതലാണ്. തിരക്ക് ഒഴിവാക്കിയുള്ള ദർശനത്തിന് 100 രൂപ ടിക്കറ്റ് എടുക്കണം. ക്ഷേത്ര കോമ്പൗണ്ടിൽ 27 നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
ക്ഷേത്ര ദർശനത്തിനായി ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് ഈ മരങ്ങൾ ദർശിക്കാവുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് ക്യാമറ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് കടന്നാൽ ആദ്യം നീളത്തിലുള്ള പാർവതി മണ്ഡപം കാണാം. ഇതിനടുത്തായിട്ടാണ് ഗ്രാമീണർ ആട്, കോഴി, ധാന്യങ്ങൾ ഇവ സമർപ്പിക്കുന്ന സ്ഥലം. ക്ഷേത്രത്തിനകത്തായി പൗർണമി മണ്ഡപം, വസന്ത മണ്ഡപം, വാഹന മണ്ഡപം, ശിവരാത്രി മണ്ഡപം, അമാവാസി മണ്ഡപം, യാഗശാല, തങ്കരഥ മണ്ഡപം, ഇങ്ങനെ പല മണ്ഡപങ്ങളും ഉണ്ട്. രണ്ടാം പ്രകാരത്തിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിങ്ങനെ 3 വിനായകർ ഒരു സന്നിധിക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മുരുകൻ സന്നിധിയും തെക്ക് വശത്ത് കറുപ്പണ്ണസ്വാമി സന്നിധിയും ഉണ്ട്. രണ്ടാം പ്രകാരത്തിലാണ് ദേവി സന്നിധി. ക്ഷേത്രവിമാനം തങ്കത്തകിട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഏകദേശം 7 കോടി രൂപയാണ് നിർമ്മാണ ചെലവെന്ന് പറയപ്പെടുന്നു. കുടയായി നിൽക്കുന്ന പഞ്ചനാഗത്തിനു കീഴിൽ തങ്കക്കിരീടവും വൈരമുക്കുത്തിയും മിന്നുന്ന കാതണികളും അണിഞ്ഞ് മാതളപ്പൂവിൻ്റെ നിറത്തിൽ 8 കരങ്ങളിലായി താമരപ്പൂവ്, തൃശൂലം, കപാലം, കത്തി, ഉടുക്ക്, മണി, വില്ല്, പാശം എന്നിവയോടെ ഇടതുകാൽ മടക്കി വലതുകാൽ അസുരൻ്റെ തലയിൽ വെച്ചുകൊണ്ട് കുങ്കുമവും ഭസ്മവും അണിഞ്ഞ് സുഹാസിനിയായി ശാന്തരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ. 27 നക്ഷത്രങ്ങളുടെ ആധിപത്യം ആവാഹിച്ച് 27 യന്ത്രങ്ങൾ ദേവീരൂപത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. സുധാരൂപത്തിലുള്ള ദേവീ വിഗ്രഹം ആയതിനാൽ ദേവിക്ക് അഭിഷേകമില്ല. ഉത്സവമൂർത്തിക്കാണ് അഭിഷേകം ഉള്ളത്. ദേവിയുടെ ഉഗ്രം തണുപ്പിക്കാനായി ദേവീ സന്നിധിയിൽ തണുപ്പ് നൽകുവാനുള്ള വെള്ളക്കെട്ടുകളോടെയാണ് സന്നിധി നിർമ്മിച്ചിരിക്കുന്നത്. പിൻവശത്ത് ദേവീപാദങ്ങളും ഉത്സവമൂർത്തിക്ക് പ്രത്യേകം സന്നിധിയും ഉണ്ട്. ചെല്ലായിയമ്മന് നൈവേദ്യം കൊടുത്ത ശേഷം മാത്രമേ ദേവി നിവേദ്യം സ്വീകരിക്കുകയുള്ളൂ. ദേവി ശിവസ്വരൂപമായിരിക്കുന്നതിനാൽ കുങ്കുമത്തോടൊപ്പം ഭസ്മവും പ്രസാദമായി കിട്ടും. കണ്ണിന് അസുഖമുള്ളവർ ഇവിടെ ഒരു ദിവസം താമസിച്ച് പൂജകൾ ചെയ്ത് കണ്ണിൻ്റെ അസുഖം മാറുമെന്ന് പറയപ്പെടുന്നു. ഏത് അസുഖത്തിനും ദേവിയോട് മനമുരുകി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൈക്കൊള്ളുമെന്നാണ് വിശ്വാസം. രാത്രി ഭക്തർക്ക് താമസിക്കാനായി അമാവാസി മണ്ഡപം ഉണ്ട്. ഭക്തർ അവരുടെ ആഗ്രഹം സിദ്ധിച്ച് മാവിളക്കെടുക്കുന്നതും ശൂലം കവിളിൽ തറയ്ക്കുന്നതും തങ്കരഥം വലിക്കുന്നതും അവയവങ്ങളുടെ രൂപങ്ങൾ സമർപ്പിക്കുന്നതും വീട് നിർമ്മിച്ച് വീടിൻ്റെ രൂപം സമർപ്പിക്കുന്നതും വിവാഹം നടക്കാനായി ദേവിക്ക് തങ്കത്താലി സമർപ്പിക്കുന്നതും സുമംഗലികൾ ദേവിക്ക് പട്ടുമളയും സമർപ്പിക്കുന്നതും നാരങ്ങാമാല സമർപ്പിക്കുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ഉടുത്തിരിക്കുന്ന സാരി മുന്താണി അല്പം കീറിയെടുത്ത് തൊട്ടിലാക്കി ക്ഷേത്രത്തിൽ കെട്ടുന്നതും കുഞ്ഞുങ്ങൾ ഉണ്ടായ ശേഷം 6-ാം മാസം സീമന്തത്തിൻ്റെ വസ്ത്രം മഞ്ഞയിൽ മുക്കിയതുകൊണ്ട് കരിമ്പിൻ തൊട്ടിൽ പോലെ ചെയ്ത് ആദ്യം അച്ഛനും പിന്നിൽ അമ്മയും നടന്ന് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുന്നതും തലമുണ്ടനം ചെയ്യുന്നതും ഒക്കെ ഇവിടുത്തെ വഴിപാടുകളാണ്. ഇതെല്ലാം ക്ഷേത്രഗോപുരത്തിൽ ശില്പങ്ങളായി നിർമ്മിച്ചിരിക്കുന്നു. ദേവി നേരിട്ട് ഇതെല്ലാം സ്വീകരിക്കുന്നുവെന്നാണ് വിശ്വാസം. ക്ഷേത്രവൃക്ഷം വേപ്പുമരമാണ്. ശൈവ ആഗമ വിധിപ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. മറ്റ് മാരിയമ്മൻ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശിവാചാര്യരാണ് പൂജ നിർവഹിക്കുന്നത്. ചിത്തിരത്തേര്, പൂച്ചെരുതൽ, പഞ്ചപ്രകാരം, ആടിവെള്ളി, തൈപ്പൂയം, പൊങ്കൽ, ദീപാവലി എന്നിവയാണ് പ്രധാന ഉത്സവങ്ങൾ. ദേവിയുടെ പ്രധാന ഉത്സവമായ പൂച്ചെരുതൽ ഉത്സവത്തിന് ദേവി തൻ്റെ ഭക്തരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി മാസിമാസത്തിലെ അവസാന ഞായറാഴ്ച തുടങ്ങി പங்குനി മാസത്തിലെ അവസാന ഞായറാഴ്ച വരെ 28 ദിവസം പച്ചപ്പട്ടിണി വ്രതമിരിക്കുന്നു. വ്രതം തീരുന്നതുവരെ സ്വല്പം തുളുമാവും പാനകവുമായി ഒരു നേരം മാത്രമാണ് ദേവിക്ക് നൈവേദ്യം. അക്കാലം അത്രയും ക്ഷേത്രത്തിൻ്റെ മടപ്പള്ളി അടഞ്ഞു തന്നെ കിടക്കും. ഭക്തരും ദേവിയോടൊപ്പം തന്നെ വ്രതമിരിക്കും. ദേവിയുടെ ഉഷ്ണം ശമിപ്പിക്കാനായി താളമേളങ്ങളോടെ നാനാദേശത്തു നിന്നും ടൺ കണക്കിന് വിവിധ തരം പൂക്കൾ കൊണ്ടുവന്ന് ദേവിയുടെ കഴുത്ത് വരെ മൂടുന്നതാണ് പൂച്ചെരുതൽ വിഴ. ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന പൂക്കൾ കൊണ്ടാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ജംബുകേശ്വര ക്ഷേത്രത്തിൽ നിന്നും വിവിധ തരം പഴങ്ങൾ, പൂക്കൾ, വസ്ത്രങ്ങൾ, തൈര് സാദം എന്നിവയൊക്കെ കൊണ്ടുവരുന്നു.
അഭിഷേകത്തിന് ശേഷം തൈര് സാദം കഴിച്ചാണ് ദേവി വ്രതം അവസാനിപ്പിക്കുന്നത്. അടുത്തുള്ള ക്ഷേത്രങ്ങളായ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെയും ജംബുകേശ്വര ക്ഷേത്രത്തിൻ്റെയും ലിങ്കുകൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ചിത്തിരത്തേരിന് വിവിധ വാഹനങ്ങളിൽ ദേവി ഭക്തരെ കാണാൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. ചിത്തിരമാസത്തിലെ ആദ്യ ചൊവ്വാഴ്ചയാണ് 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആരംഭിക്കുന്നത്. ചിത്തിരമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ദേവി അമ്മയെ ദർശിക്കാൻ കണ്ണനൂരിലെ ഇനാം സമയപുരം ആദിയമ്മൻ ക്ഷേത്രത്തിലെത്തുന്നു. അന്ന് അവിടെ തങ്ങിയ ശേഷം പിറ്റേന്ന് സമയപുരത്തേക്ക് എഴുന്നള്ളുന്നു. അമ്മ വീട്ടിൽ വന്നു പോകുന്ന മകളെപ്പോലെ ദേവിക്ക് ഗ്രാമവാസികൾ എല്ലാ സാധനങ്ങളും കൊടുത്താണ് തിരികെ അയക്കുന്നത്. സാധാരണ സ്ത്രീകളെപ്പോലെ മാതൃഗൃഹത്തിലേക്ക് ചെല്ലുമ്പോൾ സന്തോഷവതിയായും തിരികെ വരുമ്പോൾ സങ്കടഭാവത്തിലുമാണ് ദേവി. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. തൈപ്പൂയത്തിന് കൊള്ളിടം തീർത്ഥവാരിക്ക് എത്തുന്ന ദേവിക്ക് സഹോദരൻ ശ്രീരംഗം ക്ഷേത്രത്തിൽ നിന്ന് പട്ട്, വള, ആടയാഭരണങ്ങൾ, പൂക്കൾ എന്നിങ്ങനെ എല്ലാം കൊടുത്തുവിടുന്നു. ഇന്നും ഈ നാട്ടിലെ കുടുംബങ്ങളിൽ വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവത്തിൽ വിവാഹം കഴിച്ചയച്ച സ്ത്രീകളെ വിരുന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഉത്സവം തീർന്ന് മടങ്ങുമ്പോൾ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് വസ്ത്രങ്ങളും ആടയാഭരണങ്ങൾ, പണം എന്നിവ നൽകി സന്തോഷവതികളായി തിരികെ അയക്കുന്നു. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം രാവിലെ 5:30 മുതൽ വൈകുന്നേരം 9 മണി വരെയാണ്. ക്ഷേത്രത്തിലേക്ക് എത്താൻ തിരുച്ചിയിൽ നിന്ന് 16 കിലോമീറ്ററും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുച്ചിറപ്പള്ളി റെയിൽവേ ജംഗ്ഷനുമാണ്. ഇന്ന് ഞായറാഴ്ചയും ആടിമാസവുമായതിനാൽ നല്ല തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. 100 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 9:30 മണിയായപ്പോൾ ക്യൂവിൽ കയറി. ഏകദേശം 1 മണിയായപ്പോഴാണ് നമുക്ക് ദേവിയെ തൊഴുവാനായത്. ഇതാണ് കുട്ടികൾക്ക് വേണ്ടി ഉള്ള നേർച്ച. കരിമ്പിൻ തൊട്ടിലാണ് ഇത്. ക്ഷേത്രത്തിന് മുന്നിലായി നെയ്വിളക്ക് കത്തിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.